അസീസിന്റെ ടീം തോറ്റിരുന്നെങ്കിൽ ആ ചുറ്റിക സുധിയുടെ തലക്കിരുന്നേനെ. അപ്പൊ ഇനി നമ്മുടെ ഷാജോൺ ചേട്ടൻ പറഞ്ഞ ആഗ്രഹം നമ്മളെ സാധിപ്പിക്കാൻ പോവാ. ഈ ചാട്ടം നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ? തീർച്ചയായും. നക്ഷത്രയെ തല്ലി അത് ചേട്ടൻ തീരുമാനിച്ചോളൂ. ഇതാണ് നമ്മുടെ ചാട്ട. കലാഭം ഷാജോൺ കുട്ടഞ്ചേരി ലക്ഷ്മിയെ തല്ലുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ക്യാപ്റ്റൻ അടി കിട്ടോ എന്നുള്ളതിന് ഒരു പേടി കൊണ്ടാണ് ആ ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു മുഴ മുന്നേ എറിഞ്ഞോണ്ടിരിക്കണേ. അത് കുറുക്കഞ്ചേരി ലക്ഷ്മി എന്ന് പറഞ്ഞത് ഇതുവരെ ഒരു തൊടാനായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അത് നമ്മളെ ഷാജോൺ ചേട്ടനാണ് തരണേ. എന്താ മക്കളുടെ അടുത്തൊക്കെ പറയാനുള്ള വൈഫിന്റെ അടുത്തൊക്കെ? ഇത് ഉഗ്ര സാധനമാണ് കേട്ടോ. കണ്ടില്ലേ? സാധനമാണ്. അതുകൊണ്ട് അടിച്ച ഒരു ഏക്കർ പോകും. ആ ചാട്ട വെച്ചാണ് ഈ ചാട്ട പോലെ ഇരിക്കുന്ന പെങ്കൊച്ചിനെ തല്ലാൻ പോകുന്നത്. വാവച്ചേട്ടാ ഇവിടെ ഒരെണ്ണം ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്. അത് ഞാൻ അടുത്ത് നിനക്കായിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. കുറുമ്പനാണോ ആണോന്നോ? എന്നെ പോലെ ലക്ഷ്മി കൂടെ ഷാജോൻ ചേട്ടാ, അഥവാ കുഞ്ഞടിയാണെങ്കിൽ തിരിച്ചു തല്ലോ കേട്ടോ. അത് റൂളാ. ഓ, ഞാൻ പറയണ പോയിന്റ് ഒക്കെ ഏറ്റു പറയാ. ഷാജോൻ ചേട്ടാ അടിക്കുന്ന സമയത്ത് ഷാജോൺ എന്ന ആളെ മറക്കണം. ആ ദൃശ്യത്തിൽ അല്ലെങ്കിൽ ബോംബ് ആയാലും മതി. അടിച്ചോ, നന്നായിട്ട് അടിച്ചോ. അടിച്ചില്ല. ചേട്ടാ എനിക്കറിയാം ചേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. കാരണം ഉള്ളില് മാടപ്രാവിന്റെ ഹൃദയമാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ ഒരു ഗർജിച്ചിട്ടുള്ള ഒരു പോലീസ് ആയത്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ശരിക്കുള്ള ഷാജോനായിട്ടല്ലേ? പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ചേട്ടാ ചൂടോടുകൂടി കാണല്ലേ ഐറ്റംസ് ഒക്കെ? ഓക്കെ, ചെന്നിരുന്നു കേട്ടോ ലൈവായിട്ട്. പരിപ്പോടെ പൊരിയുന്ന ഒച്ച കേൾക്കണമെങ്കിൽ അയ്യോ, ക്യാപ്റ്റൻ ഇപ്പൊ വരുമല്ലോ തോറ്റ ടീമിന്റെ. യെസ്. അപ്പൊ ആരാണ് വരണത്? പ്രായത്തിന് മൂത്തവർ ആദ്യം വരണമെന്നല്ലേ? അതെ. നിക്കാനും വയ്യ, കറങ്ങി പോകും. അല്ല, ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നു. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞു പ്രായത്തിൽ മൂത്ത ഒരാളെ ഇനി ഒരിക്കലും സുധീരനെ അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ പറയണതിന് അത് അടിയുടെ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടിയാണ്. ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഊർജ്ജം കയറുള്ളൂ. ഊർജ്ജം കയറട്ടെ. അല്ല, അങ്ങനെങ്കിലും ഊർജ്ജം കയറി അണ്ണൻ ഒരു ചെറുപ്പക്കാരനായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. എനിക്ക് 3 സജഷൻസ് ഉണ്ട്. ഒന്നാമത് അടിയുള്ളവർ എനിക്ക് വേദനിക്കണം. പിന്നെ അതാണ് വിട്, ചാട്ടയുടെ തുമ്പ് എന്റെ ഈ ഭാഗത്ത് കൊള്ളണം. ബാക്കിയെല്ലാം അടിച്ച് ഇല്ലാണ്ടാക്കി വെച്ചിരിക്കണോ? ഏകദേശം ഈ ഭാഗത്ത് അണ് തിരിഞ്ഞിരിക്കണം. പക്ഷെ ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അണ കൈ ഇതാൾ വീശി തരണം. അല്ല, എന്റെ ഒരു ആഗ്രഹത്തിൽ വയനാടുകാരാ തകർത്ത് ഒന്നും നോക്കണ്ട. ഈ ഭാഗം അല്ലടാ, ഈ ഭാഗം അവിടെ ചിരട്ട വെച്ചിട്ടുണ്ട്. അതാണ്. ഇനി ഞാനാണ് അടിക്കാൻ പോകുന്നത്. അനുമോൾ ചെല്ല്. ഞാൻ അനുമോളെയാണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇഷ്ടമുള്ളവർ പറയും. അത് അവരുടെ ഇഷ്ടമല്ലേ? അടിക്കണം. ഓക്കെ. അതിനിടെ തല്ലാൻ പോകുന്നത് സ്റ്റാർ മാജിക്കിലെ ഇടവേള ബാബു. ചേട്ടാ വിനയനല്ലേ ചേട്ടാ? അപ്പൊ വിനയുള്ളവരൊക്കെ ഇങ്ങനെ അടിക്കുവോ? ഇല്ല, പുറത്ത് വിനയമുള്ളവർ അകത്ത് ഭയങ്കര ക്രൂരന്മാരായിരിക്കും. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലടാ നീ. അതെ. 1 2 3. കരയാതെ കണ്ണുറങ്ങ്. കരണ്ട. അടുത്ത ആൽബത്തിൽ ഞാൻ നായികയായിട്ട് എടുക്കും. 5 അടിയും കൂടെ അടിക്കി. അതിനേക്കാൾ നല്ല അടി തന്നെ മതിയോ? ആരെ അടിക്കുന്നു? പക്കിക്കുഞ്ഞോ? ഗെയിം കളിക്കുമ്പോ മറ്റേ സ്റ്റീഫൻ സ്പിൽബർഗും തോറ്റതിന്റെ ഈ പാവപ്പെട്ട വീട്ടിലെ അമ്മച്ചിമാര് കെട്ടിയ വൈകുന്നേരം ഇടി മേടിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെ മുടി കെട്ടി വെക്കണം. അപ്പുറം പാലത്തിന്റെ അപ്പുറം എന്നാ കേൾക്കാം. ഞാനിവിടെ ഐസ്ക്രീം തിന്നാൻ വന്നല്ല, അടി കൊള്ളാനോ. 3 go. രണ്ടുപേരും പിന്നെ ഭയങ്കര വണ്ണമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ പൊന്നോ, ഈ നിമിഷം കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്.
ഇല്ല അവിടെ പോയി. അടിക്ക്. നീ നില്ല അടിക്കാൻ നീ നിൽക്കാതെ അടിക്കാൻ പറ്റും. ആ ഓക്കെ ഞാൻ നിന്നു വാ. രാജു ചേട്ടാ ആടി കൊടുക്കട്ടാ. സത്ത് എടുക്കണം പുറത്ത്. സത്തേ. ഈ മുത്തിന്റെ സത്ത് വെളിയിൽ വരണോ? വാ, വാ. കണ്ണീരൊക്കെ വരുമോ നിനക്ക്? കേരളത്തിലെ അറിയപ്പെടുന്ന ഇവിടെ പട്ടി അടി കൊള്ളുന്ന പോലെ അടി കൊണ്ട് നിന്നെ നോവിച്ചെങ്കിൽ, ഒരു 4 വരി മുത്തേ സത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ വേദനയൊന്നും അല്ലടാ അത്. ലാസ്റ്റ് നീ ഐശ്വര്യ കൊടു നീ ലാസ്റ്റ് പോയാൽ മതി. ഹലോ നാടകം നിർത്ത അയച്ചു. ഭയങ്കര നാടകം വരുന്നു അവിടെ. നീ ഇതിനെ അടിക്കാൻ പറ്റുന്നത് എനിക്കറിയാം. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട വീണ്ടും. കൊറേ നാളെ എന്റെ കണക്കിനെ ഐശ്വര്യ എന്ത് പാവം നോക്കിയാണ്. എവിടെ വേണം എവിടെയെങ്കിലും അടിച്ചു മൊത്തം തഴമ്പിച്ച് കിടക്കുക. 1 2 3 അടിക്കണേ ഗോ. നല്ല ഫ്രോക്ക്, നല്ല അഭിനയം. അടുത്ത നാഷണൽ അവാർഡ് മുഖ്യർ നിനക്കായിരിക്കും. ഈ അടിയുടെ പേരാണ് തൂവൽ സ്പർശം. അത് ഇറച്ചിക്കടയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു കേരളത്തിനകത്തും പുറത്തും പശ്ചിമ ജർമ്മനിയിലും ഇരുമ്പനത്തും ഇവിടെ കിട്ടുന്ന ചില പോയിന്റുകളുടെ കാര്യമൊന്നുമില്ല. ചെല്ല്, നിങ്ങളെ അടിക്കാൻ വേണ്ടി ഭൂമിയിൽ ജനനം എടുത്ത ആളും ഒതുങ്ങി. ഇനി നോക്കിയാ കോങ്കണ്ണായി പോവാ. ശ്രീവിദ്യ, നീ വന്നു. നീ ഇവിടെ വരേണ്ടവളല്ല നീ. അല്ല ഞാൻ അപ്പുറത്ത് നിന്നതാ, ചേട്ടൻ വന്നില്ല. അല്ല ഇവിടെ നീ വരേണ്ടവളല്ല നീ. അടിമാലി ശ്രീവിദ്യ 100ാം അടി ഇവിടെ ഗ്രാൻഡ് ഫിനാലെ ആയതുകൊണ്ട് ഭയങ്കര ഇവന്റ് ആണ് ഇവിടെ. ചേട്ടാ പോക്കറ്റിൽ കയറ്റിരിക്കണം, എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടത്തിനാണോ ഞാൻ പോക്കറ്റ് ഇങ്ങനെയാണ് ഞാൻ അടിക്കൂല. ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. എന്ത് ന്യായമാണോ പറയണേ? ജയിച്ചു. എന്റെ പോക്കറ്റ് കൈയിടാൻ എനിക്ക് അധികാരമില്ലേ? പറ, ചേച്ചിയുടെ ഇഷ്ടമല്ലേ? എന്നാ കൊണ്ടാ ഞാൻ നിന്റെ പോക്കറ്റ് കൈയിടാം. എനിക്കെന്തായാലും അടികൊള്ളും പോക്കറ്റ് കയറണം. ചേട്ടൻ പറയണ പോലെ ഞാൻ നിൽക്കാറില്ല. ചേട്ടൻ അങ്ങനെ വേണ്ട വേണ്ട, അത് പറയട്ടെ. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്റെ ശ്രീകൃഷ്ണൻ നിൽക്കണ നീ വേണം അടിച്ചിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ 2 കാലിലും അടിയുള്ളൂ. ഇങ്ങനെ തന്നെ നിൽക്കണം. അടിച്ചോ. ഇല്ല, മൈക്കൊന്നും ഞാൻ പിടിക്കും. ചേട്ടാ വർഷങ്ങളായിട്ട് ഇങ്ങനെയാ. ഇല്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ വേണ്ട. ഞാൻ തിരുത്തി കുറിക്കാൻ പോവാ. ഇവിടെ പല കാര്യങ്ങളും ഞാൻ തിരുത്തി കുറിക്കാൻ പോവാ. പക്ഷെ അടിയൊന്നും ഉണ്ടല്ലോ. അടിയൊന്നും ഉണ്ട്. മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. എന്തും സംഭവിക്കാൻ. 1 2 3 ഗോ. പള്ളക്കെട്ട് കുത്തിയതിന് വേറെ പൂർത്തി.